ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. 2025 ജനുവരിയിൽ ഉണ്ടായിട്ടുള്ള ജനുവരിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഫസ്റ്റ് പറയുന്നത് യുനെസ്കോയുടെ റിപ്പോർട്ടാണ് മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള അത്. അപ്പോൾ യുനെസ്കോൻ്റെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മോണിറ്ററിംഗ് GEM എന്ന് പറയുന്ന ടീമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഇൻ എഡ്യൂക്കേഷൻ വേൾഡ് വൈഡിലുള്ള എഡ്യൂക്കേഷനിലുള്ള ക്രിട്ടിക്കൽ ഇഷ്യൂസിനെ കുറിച്ചിട്ട് അവർ എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ യുനെസ്കോയുടെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മോണിറ്ററിംഗ് ടീമാണ് ഈ വേൾഡ് വൈഡായിട്ട് എഡ്യൂക്കേഷനുള്ള ഇഷ്യൂസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, സ്റ്റഡി നടത്തുന്നത്. 40% ഗ്ലോബൽ പോപ്പുലേഷനെ എന്തുണ്ട്, ഒരു ഇക്വിറ്റബിൾ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. ആക്സസ് ടു എഡ്യൂക്കേഷൻ ഇൻ എ ലാംഗ്വേജ് ദേ അണ്ടർസ്റ്റാൻഡ്. അവർക്ക് അവരുടേതായുള്ള മദർ ടംഗിൽ 40% ആളുകൾക്ക് എന്ത് കിട്ടുന്നില്ല, മദർ ടംഗിൽ അല്ലെങ്കിൽ അവർക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ വിദ്യാഭ്യാസത്തിന് എന്തുണ്ട്, ലാക്ക് ഉണ്ടെന്നാണ് എന്ത് പറയുന്നത്, ഗ്ലോബൽ എഡ്യൂക്കേഷൻ മോണിറ്ററിംഗ് യുനെസ്കോയുടെ ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് ടൈറ്റിൽ ചെയ്ത് ലാംഗ്വേജ് മാറ്റർ ഗ്ലോബൽ ഗൈഡൻസ് ഓൺ മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഈ റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ലാംഗ്വേജസ് മാറ്റർ ഗ്ലോബൽ ഗൈഡൻസ് ഓൺ മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ. അപ്പോൾ റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ എന്താണ്, ഈ ടൈറ്റിൽ നിങ്ങൾ ഓർത്തിരിക്കണം, ലാംഗ്വേജസ് മാറ്റർ ഗ്ലോബൽ ഗൈഡൻസ് ഓൺ മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ. ഇത് റിലീസ് ചെയ്യുന്നത് 25th ആനിവേഴ്സറി ആണ്, ഇൻ്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ എന്നാണ്. 25th ആനിവേഴ്സറി ആയിട്ടുള്ള ഇൻ്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ അല്ലെങ്കിൽ ദേശീയ മാതൃഭാഷാ ദിനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ പേര് എന്ന് പറയുന്നത് എന്താണ്, ലാംഗ്വേജ് മാറ്റർ ഗ്ലോബൽ ഗൈഡൻസ് ഓൺ മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഓർമ്മയിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് എന്താ, ഇറ്റ് സ്ട്രെസ്സസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ ഇൻ ദ ഫേസ് ഓഫ് ഇൻക്രീസിങ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഡ്യൂ ടു മൈഗ്രേഷൻ കാരണമുള്ള ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി, ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷനാണ് എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഈ റിപ്പോർട്ട് പറയുന്നത്, ഏത് റിപ്പോർട്ടാണ് പറയുന്നത്, ലാംഗ്വേജസ് മാറ്റർ ഗ്ലോബൽ ഗൈഡൻസ് ഓൺ മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന യുനെസ്കോയുടെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മോണിറ്ററിംഗ് ടീമിൻ്റെ ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്, യുനെസ്കോസ് റിപ്പോർട്ട് മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ. ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്, ആളുകൾക്ക് എന്തിലും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നാണ്, അവരുടെ മദർ ടംഗിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ 2024 നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേയുടെ ഒരു ഓവർവ്യൂ ആണ് നോക്കുന്നത്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ അഥവാ നാസ് 2024 കണ്ടക്ട് ചെയ്ത് ഡിസംബർ 4 2024 ഈ സർവേ എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഈ സർവേ പ്രപ്പോസ് ചെയ്യുന്നത് എന്താ, പ്രൈമറി എയിം ടു ഇവാലുവേറ്റ് സ്റ്റുഡൻസ് ലേണിംഗ് ലെവൽ അറ്റ് ഫൗണ്ടേഷണൽ, പ്രിപ്പറേറ്ററി ആൻഡ് മിഡിൽ സ്റ്റേജിൽ പ്രിപ്പറേറ്ററി സ്റ്റേജിൽ, ഫൗണ്ടേഷണൽ സ്റ്റേജിൽ കുട്ടികളുടെ ലേണിംഗ് ലെവലിൻ്റെ ഒരു അസസ്മെൻ്റ് ആണ് ഈ സർവേയിൽ നടത്തിയിട്ടുള്ളത്. പ്രാക്ക് പാർട്ട് ഓഫ് NCERT, പ്രാക്ക് എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്. ഇത് എന്താണ്, അച്ചീവ്മെൻറ്റ്, ഈ ഒരു നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേൻ്റെ പേര് അല്ലെങ്കിൽ പ്രാക്ക് എന്ന് പറയുന്ന ആ ഒരു സംഭവം. പ്രാക്കാണ് എന്ത് NCERT ഡെവലപ്ഡ് ടെസ്റ്റ് മെറ്റീരിയൽ. പ്രാക്കാണ് പാർട്ട് ഓഫ് NCERTയുടെ ഭാഗമായിട്ടുള്ള പ്രാഗാണ് ഈ സർവേക്ക്, നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്, പ്രാക്കാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പ്രാക്ക് എന്തിൻ്റെ പാർട്ടാണ്, NCERTയുടെ ഭാഗമായിട്ടാണുള്ളത്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE ആണ് എന്ത് ചെയ്യുന്നത്, ഈ ടെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്, CBSE ആണ് അഥവാ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ സ്റ്റേറ്റും അഡീഷണൽ സപ്പോർട്ട് ഇതായിരുന്നുണ്ട്. പ്രാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. ഈ പ്രാക്ക് എന്നുള്ളതിൻ്റെ എന്താണ് മീനിങ്, അർത്ഥം എന്ന് പറയുന്നത്, ഫുൾ ഫോം, പ്രാക്കിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്, പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ പ്രാക്കിൻ്റെ ഫുൾ ഫോം എന്താ, P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പെർഫോമൻസ്, A എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ്, R റിവ്യൂ, A എന്ന് പറഞ്ഞാൽ അനാലിസിസ് ഓഫ് നോളജ്, A എന്ന് പറഞ്ഞാൽ അനാലിസിസ് ഓഫ്, K എന്ന് പറഞ്ഞാൽ നോളജ്, H എന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്.
ഈ ഒരു ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്ത് പ്രാക് എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്തുള്ള ആരാണ്? NCERT ആണ്. നാസ് എന്ന് പറഞ്ഞാൽ നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ ആണ്. അസസ് സ്റ്റുഡൻസ് ലേണിംഗ് ലെവൽ, സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് ലെവൽ നാഷണൽ ലെവലിൽ അസസ് ചെയ്യുന്നതാണ് എന്ത്? നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ എന്ന് പറയുന്നത്. ഓരോ 3 വർഷത്തിലുമാണ് നാസ് കണ്ടക്ട് ചെയ്യുന്നത്. എവറി 3 ഇയേഴ്സിലാണ് നാസ് അഥവാ നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ 3 വർഷം കൂടുമ്പോഴാണ്. ഇത് എഡ്യൂക്കേഷണൽ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനും ലേണിംഗ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ സജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം. ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം വാസ് ലോഞ്ച്ഡ് ബൈ യൂണിയൻ മിനിസ്റ്റർ ഓഫ് എർത്ത് സയൻസ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് എർത്ത് സയൻസ് ആണ് എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന സംഭവം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ്. 2025 ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നത്? ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ദ സിസ്റ്റം റെപ്രസെൻറ്റ് വൺ ഓഫ് ദ വേൾഡ് ഫസ്റ്റ് ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് ഹൈ റെസൊല്യൂഷൻ വെതർ ഫോർകാസ്റ്റ് സൊല്യൂഷൻസ്. കാലാവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിജിനിയസിലായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, പ്രാദേശികപരമായിട്ട് ഡെവലപ്പ് ചെയ്ത വേൾഡിൽ ഫസ്റ്റ് വെതർ ഫോർകാസ്റ്റ് സൊല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് എർത്ത് സയൻസ് ആണ് എന്ത് ചെയ്യുന്നുള്ളത്? ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജി IITM ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? പൂനെയിലെ IITM ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഏത് സിസ്റ്റം? ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാണ്? IITM ആണ്, പൂനെയിലത്തെ, അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജി ആണ് ഭാരത് സിസ്റ്റം ഓഫ് ഫോർകാസ്റ്റിംഗ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം അതിൻ്റെ 10th ആനിവേഴ്സറി ജനുവരി 2022 എന്ത് ചെയ്തിട്ടുണ്ട്? ജനുവരി 22, 2025 ആഘോഷിച്ചു. ഇത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീമിൻ്റെ 10th വാർഷികം. അപ്പം അങ്ങനെ ചോദിക്കാം, നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം. എന്താ? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന സ്കീമിൻ്റെ 10th വാർഷികം ആനിവേഴ്സറി ആഘോഷിച്ചത് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്തത് എന്നാണ്? ജനുവരി 22, 2025. ഓക്കെ. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ മലയാളത്തിലാണ്. 2025 ജനുവരിയിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ ഒരു സസ്യശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹം കേരളീയനാണ്, പത്മശ്രീ ജേതാവാണ്. അതാരാണ്? 2025 ജനുവരിയിൽ ആ വ്യക്തി അന്തരിച്ചു. KS മണിലാലാണ് കേട്ടോ. KS മണിലാലാണ് 2025 ജനുവരിയിൽ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം ഓർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം എന്ത് ചെയ്തിട്ടുണ്ട്? ഇംഗ്ലീഷിലോട്ടും മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് ആര്? KS മണിലാൽ. അദ്ദേഹം 2025 ജനുവരിയിൽ അദ്ദേഹം എന്ത് ചെയ്തു? അന്തരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. സൗത്ത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പൊതു നേതൃത്വത്തിൽ ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി നാഷണൽ എമിൻസ് അവാർഡ് ലഭിച്ച വ്യക്തി. അപ്പോൾ സൗത്ത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി നാഷണൽ എമിൻസ് അവാർഡ് ആർക്കാണ് കിട്ടിയത് എന്നുള്ളതാണ്. S ജയശങ്കറിനാണ് ആ അവാർഡ് കിട്ടിയിട്ടുള്ളത്. S ജയശങ്കറിനാണ് ആ അവാർഡ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ്, വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ് അഥവാ വേവ്സ് 2025 ആധിപത്യം വഹിക്കുന്ന രാജ്യം. വേവ്സ് എന്ന് പറഞ്ഞാൽ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റിന് ആതിഥ്യത്വം വഹിക്കുന്ന രാജ്യം. 2025 വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ് അഥവാ വേവ്സിന് വേവ്സ് നടത്തുന്നത് ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യയിലാണ് വേവ്സ് 2025 നടക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, 2024 ഡിസംബറിൽ നോറോ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട രാജ്യം. നോറോ വൈറസ്, ഇത് ഓർത്തിരിക്കണം. നോറോ വൈറസ് 2024 ഡിസംബറിൽ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? അമേരിക്കയിലാണ്. നോറോ വൈറസ് 2024 ഡിസംബറിൽ റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? അമേരിക്കയാണ്. നെക്സ്റ്റ്, 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടിമുടികൾ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡ്. 7 ഭൂഖണ്ഡങ്ങൾ, നമുക്ക് 7 ഭൂഖണ്ഡമുള്ളത്. എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഏറ്റവും ഉയർന്ന കൊടിമുടികൾ കയറിയ വനിത ആരാണ്? അർഹയായ പ്രായം കുറഞ്ഞ വനിത, പ്രായം കൂടിയതല്ല, പ്രായം കുറഞ്ഞ വനിത എന്ന ഇത് കിട്ടിയത് ആർക്കാണ്? ഖ്യാമ കാർത്തികേയനാണ്. ഖ്യാമ കാർത്തികേയനാണ് ആ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് ആണെന്ത്? ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ അതിവേഗ ട്രെയിനായ CR
450 CR450 പ്രോട്ടോടൈപ്പ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനാണ് എന്ത് CR450 പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രെയിന് പുറത്തിറക്കിയാൽ ഈ ട്രെയിൻ ഏത് രാജ്യത്തിൻ്റെതാണ്? ചൈനയുടേതാണ്. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏതാണെന്ന് ചോദിക്കുക. അതാണ് CR450 പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. CR450 പ്രോട്ടോടൈപ്പാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ എന്ന് പറയുന്നത്. ഈ വേഗതയേറിയ ട്രെയിൻ ഏത് രാജ്യത്താണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏത് രാജ്യത്താണ്? ചൈനയിലാണ്. നെക്സ്റ്റ്, സീനിയർ ദേശീയ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 ദേശീയ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ദേശീയമാണ് കേട്ടോ. ഇന്ത്യയിൽ നടത്തുന്ന ദേശീയ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 കിരീടം നേടിയത് ആരാണ്? വേറെ ആരുമില്ല, നമ്മളെ കേരളമാണ്. കേരളത്തിനാണ് ഫസ്റ്റ് കിട്ടിയത്. ലോക ബ്ലിസ്റ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ലോകത്തിലെ ബ്ലിസ്റ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അതിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററാണ്. ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നു? വനിതാ വിഭാഗത്തിൽ വെങ്കലാണ് കിട്ടിയത്. ഏതിൽ? ലോക ബ്ലിസ്റ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് എന്താണ് കിട്ടിയത്? വനിതാ വിഭാഗത്തിൽ. ഏത് വിഭാഗത്തിൽ? വനിതാ വിഭാഗത്തിൽ എന്ത് കിട്ടി? വെങ്കല മെഡൽ കിട്ടി. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം. എന്ത്? ലോക ബ്ലിസ്റ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയത് ഏത് രാജ്യമാണ്? ഇന്ത്യയാണ്. ഇപ്പം ഇന്ത്യയിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ വ്യക്തി ആരാണ്? ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ആർ വൈശാലിയാണ്. പിന്നെ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ആർ വൈശാലിക്ക് ഏതിലാണ് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള ആർ വൈശാലിക്ക് ഏത് ഇവന്റിലാണ് അല്ലെങ്കിൽ ഏത് ചാമ്പ്യൻഷിപ്പിലാണ് വനിതാ വെങ്കലം നേടിയത്? അപ്പോൾ ഇതാ ലോക ബ്ലിസ്റ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് നമുക്ക് 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ക്ലിയർ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ്, 2025 മന്നത്ത് പത്മനാഭന്റെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? 148ാം ജന്മദിനമാണ് 2025 ആചരിച്ചത്. മന്നത്ത് പത്മനാഭന്റെ 148ാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്. 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? ദ്രോണാചാര്യ അവാർഡ് ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായത് അർമാൻഡോ കൊളോക്കോ. ഫുട്ബോളിനാണ് അർമാൻഡോ കൊളോക്കോയ്ക്ക് ദ്രോണാചാര്യ 2024 ദ്രോണാചാര്യ അവാർഡ് ആജീവനാന്ത പുരസ്കാരത്തിന് അല്ലെങ്കിൽ ആജീവനാന്ത ബഹുമതിയായിട്ട് കൊടുത്തിട്ടുള്ളത് അർമാൻഡോ കൊളോക്കോ ഫുട്ബോൾ താരമാണ്. 2024 ദ്രോണാചാര്യ അവാർഡ് കിട്ടി. എസ് മുരളീധരൻ, അദ്ദേഹം ബാഡ്മിൻ്റൺ താരമാണ്. ബാഡ്മിൻ്റൺ താരമാണ്. അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? 2024 എന്ത് അവാർഡ് കിട്ടി? ദ്രോണാചാര്യ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആജീവനാന്ത പുരസ്കാരത്തിന് അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ്, 2024 രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം. 2024 കിട്ടിയത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യക്കാണ് 2024 രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. 2024 രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം 2024 കിട്ടിയത് ആർക്കാണ്? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഫൗണ്ടേഷനാണ്. 2024 മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി ജേതാക്കൾ. 2024 മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫിയുടെ ജേതാക്കൾ. അത് കിട്ടിയത് ഏതാണ്? ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിക്കാണ് എന്ത് കിട്ടിയത്? 2024 മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി കിട്ടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ അടുത്ത് മുബാറക് അൽ കബീർ പുരസ്കാരം കിട്ടി. ഇത് ഏത് രാജ്യത്തിൻ്റെ ബഹുമോന്നത പുരസ്കാരമാണ്? അല്ലെങ്കിൽ ബഹുമതിയാണ്, പരമോന്നത ബഹുമതിയാണ്. അപ്പോൾ ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയാണ് എന്ത്? ഭാരതരത്ന എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തിനും എന്തുണ്ടാവും? ഒരു പരമോന്നത ബഹുമതി ഉണ്ടാവും. അപ്പം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് കിട്ടിയ മുബാറക് അൽ കബീർ എന്ന് പറയുന്ന പുരസ്കാരം, മുബാറക് അൽ കബീർ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണെന്നുള്ള, ഏത് രാജ്യത്തിൻ്റെയാണ്? കുവൈത്തിൻ്റെ. ഇവിടുന്ന് ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരുന്നത് കുവൈത്തിൻ്റെ പരമോന്നത പുരസ്കാരമായ മുബാറക് അൽ കബീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദിക്ക്. അങ്ങനെ ആൻസർ ചെയ്താം. പിന്നെ എങ്ങനെ വരാം? നരേന്ദ്രമോദിക്ക്
കുവൈത്തിൻ്റെ ഏത് ബഹുമതിയാണ് ലഭിച്ചത്? മുബാറക് അൽ കബീർ പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ക്വസ്റ്റ്യനുള്ള പോലെയും ചോദിക്കാം, ഈ രീതിയിലൊക്കെ ചോദിക്കാം. ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഖേൽരത്ന പുരസ്കാരം കിട്ടുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഗുകേഷ് ആണ് ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. നെക്സ്റ്റ്, 2025 ജനുവരിയിൽ കൽപ്പിത സർവകലാശാലയായി പ്രഖ്യാപിച്ചത്. കൽപ്പിത സർവകലാശാല 2025 ജനുവരിയിൽ ഏത് സ്ഥാപനത്തെയാണ് കൽപ്പിത സർവകലാശാലയായി പ്രഖ്യാപിച്ചത്? കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, നീലിറ്റിന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 2025 കൽപ്പിത സർവകലാശാലയായിട്ട് പ്രഖ്യാപിച്ചത്. പോഷകാധിഷ്ഠിത സബ്സിഡി NBS, പോഷകാധിഷ്ഠിത സബ്സിഡി, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേന്ദ്ര മന്ത്രാലയം ഏത് മന്ത്രാലയമാണ്? ഈ NBS എന്ന് പറയുന്നത് പോഷകാധിഷ്ഠിത സബ്സിഡി കൊടുക്കുന്നത് രാസവള മന്ത്രാലയമാണ്. അപ്പോൾ പോഷകാധിഷ്ഠിത സബ്സിഡി ആയിട്ടുള്ള NBS പദ്ധതി ഏത് മന്ത്രാലയത്തിന് കീഴിൽ വരുന്നതാണ്? രാസവള മന്ത്രാലയത്തിന് കീഴിലാണ്. അടുത്തത്, 2025 ദേശീയ സരസ് മേളയുടെ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം. ദേശീയ നാഷണൽ ലെവലിലുള്ള സരസ് മേള എവിടെയാണ് 2025 നടക്കുന്നത് എന്നുള്ള? എവിടെയാണ്? വേറെ എവിടെയല്ല, നമ്മുടെ കേരളത്തിലാണ്. 2025 ദേശീയ സരസ് മേള നടക്കുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. നെക്സ്റ്റ്, മീർക്കാറ്റ് റേഡിയോ ടെലസ്കോപ്പ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മീർക്കാറ്റ് റേഡിയോ ടെലസ്കോപ്പ് ഏത് രാജ്യത്താണെന്നുള്ള? ഏത് രാജ്യത്താണ്? ദക്ഷിണാഫ്രിക്കയിലാണ് മീർക്കാറ്റ് റേഡിയോ ടെലിസ്കോപ്പ് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. ബഹിരാകാശ പയറുവിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗവേഷണ ഏജൻസി. ഏത് ഗവേഷണ ഏജൻസിയാണ് ബഹിരാകാശത്ത് പയറുവിത്തുകൾ മുളപ്പിച്ചത്? ആരാണ്? നമ്മൾ ISRO ആണ്, നാസ ഒന്നുമല്ല. ബഹിരാകാശത്ത് പയറുവിത്തുകൾ മുളപ്പിച്ചത് ആരാണ്? ISRO. നെക്സ്റ്റ് ആണ് 31ാമത് നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി. 31ാമത് കുട്ടികളുടെ സയൻസ് കോൺഗ്രസിൻ്റെ വേദി എവിടെയായിരുന്നു? ഭോപ്പാലിലായിരുന്നു. 31ാമത് നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി ഭോപ്പാൽ. 2025 സൂപ്പർ മൂൺ പ്രതിഭാസം കാണപ്പെട്ടത് എന്നാണ്? 2025 സൂപ്പർ മൂൺ കാണപ്പെട്ടത് ജനുവരി 4-ാം തീയതിയാണ്. സൂപ്പർ മൂൺ അല്ല. 2025 സൂപ്പർ സൺ പ്രതിഭാസം കാണപ്പെട്ടത് ജനുവരി 4-ാം തീയതിയാണ്. സൂപ്പർ സൺ ജനുവരി 4. സൂപ്പർ സൺ ജനുവരി 4-ാം തീയതിയാണ് കണ്ടെപ്പെട്ടത് 2025. ആത്മാവിൻ്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെൻ്ററി ആരുടേതാണ്? ആത്മാവിൻ്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ, ഇതെന്താണ്? ഒരു ഡോക്യുമെൻ്ററിയാണ്. ഈ ഡോക്യുമെൻ്ററി എഴുതിയത് ആരാണ്? വേണു നായരുതാണ്. 97ാമത് ഓസ്കാർ അവാർഡിനുള്ള ബ്രിട്ടൻ്റെ ഔദ്യോഗിക എൻട്രിയായ പട്ടികയിൽ ഇടം പിടിച്ച ഹിന്ദി ചിത്രം. ബ്രിട്ടൻ്റെ എൻട്രിയിൽ ഔദ്യോഗിക എൻട്രിയായി ബ്രിട്ടൻ അംഗീകരിച്ച ഔദ്യോഗിക എൻട്രിയായിട്ട് ഇടം പിടിച്ച ഹിന്ദി ചിത്രം സന്തോഷ് എന്ന് പറയുന്ന ചിത്രമാണ് 97ാമത് ഓസ്കാർ അവാർഡിനുള്ള ബ്രിട്ടൻ്റെ ഔദ്യോഗിക എൻട്രിയിൽ ഇടം പിടിച്ചിട്ടുള്ള ഹിന്ദി ചിത്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാള വ്യവസായി. 2025 പ്രവാസി ഭാരതീയ സമ്മാന് രാമകൃഷ്ണൻ ശിവസ്വാമിക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 2025 പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ലഭിച്ചത്. 2030 ശൈശവ വിവാഹം നിർത്തലാക്കുന്നതിനായി ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യം. 2030 ആ രാജ്യത്ത് എന്തുണ്ടാവില്ല? ശൈശവ വിവാഹം ഉണ്ടാവില്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യമാണ് ഏത്? നേപ്പാളാണ് ആ രാജ്യം. 2025 നടന്ന 18ാമത് പ്രവാസി ദിവസത്തിൻ്റെ വേദി. 2025 18ാമത് പ്രവാസി ദിവസിൻ്റെ വേദി എവിടെയാണ്? ഭുവനേശ്വറിലാണ് പ്രവാസി ദിവസിൻ്റെ വേദിയായിരുന്നത്. നെക്സ്റ്റ് എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്തിയ സംസ്ഥാനം. തീരദേശത്തുള്ള പക്ഷികളുടെ സെൻസസ് നടത്തിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്തിയ സംസ്ഥാനമാണ് എന്ത്? ഗുജറാത്ത്. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവൽ. 2025 ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവൽ നടന്ന എവിടെയാണ്? ബേപ്പൂരിലാണ്. അത് ഓർത്തിരിക്കണേ, കേരളത്തിലെ ബേപ്പൂരിലാണ് 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവൽ അഥവാ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണ്? ബേപ്പൂരാണ്.
2025 ബോർഡർ ഗവാസ്കർ ട്രോഫി 2025 ബോർഡർ ഗവാസ്കർ ട്രോഫി നേടിയത് ആരാണ്? ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി കൊടുക്കുന്നത് ഏതിനാണ്? ക്രിക്കറ്റിനാണ്. ഓസ്ട്രേലിയയാണ് 2025 ബോർഡർ ഗവാസ്കർ ട്രോഫി നേടിയിട്ടുള്ള ജേതാക്കൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 2025 അമേരിക്കയുടെ പരമോന്നത ബഹുമതിയായ സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം അത് ആരാന്നാ ചോദിച്ചത്? ലയണൽ മെസ്സിയാണ്. അപ്പോൾ അമേരിക്കയുടെ സിവിലിയൻ ബഹുമതിയായിട്ടുള്ള എന്താണ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആര്? ലയണൽ മെസ്സി. നെക്സ്റ്റ് 2025 ജനുവരിയിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഇന്ത്യയുടെ അതിർത്തി പ്രദേശം. 2025 ജനുവരിയിൽ 7.1 തീവ്രത രേഖപ്പെടുത്തി ഭൂകമ്പം ഉണ്ടായ ഇന്ത്യൻ അയൽരാജ്യമാണ് എന്ത്? ടിബറ്റ്. ഇന്ത്യയുടെ അതിർത്തി പ്രദേശം എവിടെയായിരുന്നു? ടിബറ്റിലാണ് 2025 ജനുവരിയിൽ 7.1 തീവ്രതയോട് കൂടിയിട്ടുള്ള ഭൂകമ്പം രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ പ്രസിഡന്റായി ചുമതലയേറ്റത്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റാണ് ആര്? ബഹദൂർ സിംഗ് സാഗു ആണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റിട്ടുള്ളത്. നെക്സ്റ്റ് 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യമാണ് ഇന്തോനേഷ്യ. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യമാണ് ഇന്തോനേഷ്യ. 2025 ദേശീയ സീനിയർ അത്ലറ്റിക് ചാമ്പ്യന്മാർ. 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണ്? കേരളത്തിനാണ്. 2025 ആഗോള ജാവലിൻ മത്സരത്തിന് വേദിയാകുന്നത്. 2025 ആഗോള ജാവലിൻ മത്സരം നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. 2025 ആഗോള ജാവലിൻ മത്സരം നടക്കുന്നത് ഇന്ത്യയിലാണ്. 2025 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. 2025 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 85ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ജനുവരീസ്. ഇനി നമുക്ക് നോക്കാനുള്ള ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഇനി 4 ക്ലാസ് കൂടെ നമുക്ക് ജൂൺ ജൂലൈ വരെയുള്ളത് നമുക്ക് ജൂൺ വരെയുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് തരാം. അപ്പം കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു.